സ്റ്റഡി അബ്രോഡ് ആണ് നോക്കുന്നത്. അപ്പോൾ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ സ്റ്റഡി അബ്രോഡ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, നമുക്ക് ടോപ്പേഴ്സിന് മാത്രമേ അബ്രോഡ് പോയി പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല. നമുക്ക് സ്റ്റഡി അബ്രോഡ് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് സ്റ്റഡി അബ്രോഡ് അത്യാവശ്യം ഒരു എബവ് ഒരു 66% ഒക്കെ മാർക്കുള്ള ഏത് കുട്ടിക്കും അബ്രോഡ് പോയി പഠിക്കാം. ചില കൺട്രീസിൽ അതിന് താഴെയുള്ള ഒരു 55% മാർക്കുള്ള കുട്ടികൾക്കും പോയി പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. അപ്പം ആർക്കും പൊതുവെ നമ്മുടെ കുട്ടികൾക്കുള്ളൊരു വിചാരമാണ് നല്ല ടോപ്പേഴ്സ് നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ പോയി അബ്രോഡ് പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ മറ്റൊരു വിചാരമാണ്, അതായത് ഒത്തിരി പൈസ ഉണ്ടെങ്കിലേ നമുക്ക് അബ്രോഡ് പോയി പഠിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ നമുക്ക് പൈസ വേണം, വേണ്ടാന്നല്ല, എന്നാലും നമുക്ക് ഒരു സാധാരണക്കാർക്കും എടുത്ത് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോയി പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ UK, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ഫണ്ട് വേണം, വേണ്ടാന്നല്ല, പക്ഷെ ITR വേണം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലേക്ക് വേണം. അപ്പൊ ആ രാജ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഞാനിപ്പോ ആ രാജ്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ നിലവിലിപ്പോ നമുക്ക് ഏതൊരു സാധാരണക്കാർക്കും പോയി പഠിക്കാൻ പറ്റുന്ന, ഏതൊരു സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലുള്ള ഒരു രാജ്യത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ സെഷനിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ കൺട്രിയുടെ പേര് അൽബേനിയ എന്നാണ്. അൽബേനിയ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലെ ഒരു കൺട്രിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് ബാൽക്കൺ പെൻസിലാണ് വരുന്നത്, ബാൽക്കൺ റീജിയനിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇതിന്റെ നെയ്ബറിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് ഗ്രീസ്, അതുപോലെ മാസിഡോണിയ, കൊസോവ, ഇതൊക്കെയാണ് ഇതിന്റെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ട് വരുന്നത്. യൂറോപ്യൻ കൺട്രിയാണ്, ഷെങ്കൻ രാജ്യമല്ല. ഷെങ്കനായിട്ട് മാറാനായിട്ട് സാധ്യതയുള്ള ഒരു രാജ്യമാണ് അൽബേനിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അൽബേനിയയില് അപ്പൊ നമുക്ക് അൽബേനിയയുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് ആദ്യം നോക്കാം. ബേസിക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ അൽബേനിയയില് നമ്മൾ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ടിറാന എന്നാണ്. നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി വരുന്നത് അൽബേനിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടിറാനയിലാണ് ഈ യൂണിവേഴ്സിറ്റി വരുന്നത്, യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ടിറാന. അപ്പൊ നമ്മൾ അൽബേനിയയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദ ടൂറിസ്റ്റ് കൺട്രി കൂടിയാണിത്. വളരെ നല്ല ലാൻഡ്സ്കേപ്സും കാര്യങ്ങളും ബീച്ചും അങ്ങനെയൊക്കെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. ഇത് സൗത്ത് ഈസ്റ്റേൺ യൂറോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇതിന്റെ ക്യാപിറ്റൽ വരുന്നത് ടിറാനയാണ്. നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് വരുന്നത് അൽബേനിയൻ ആണ് ഇവിടുത്തെ ലാംഗ്വേജ് വരുന്നത്. പക്ഷെ നിങ്ങൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് പഠിക്കുന്നത് അൽബേനിയൻ ലാംഗ്വേജിലല്ല, അവർ പഠിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. കാരണം ഒരു ടൂറിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇംഗ്ലീഷ് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് അവിടെ പോയി പഠിച്ചാലും അവിടെ പോയി പഠിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ അത് വരുന്നത് നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ട് വരുന്നത് മൊണ്ടിഗ്രോ, അതുപോലെ കൊസോവോ, മാസിഡോണിയ ഒക്കെയാണ് നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ട് വരുന്നത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 2.8 മില്യൺ ആണ് വരുന്നത്. അത്രയും ആളുകളാണ് ഇവിടെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് കറൻസി വരുന്നത് അൽബേനിയൻ ലീക്കാണ് കറൻസി ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ കൺട്രിയുടെ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടിറാന എന്ന് പറയുന്നതാണ് നമ്മുടെ അൽബേനിയയുടെ ക്യാപിറ്റൽ വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ടോപ്പ് പ്രോഗ്രാംസ് പറയുന്നത് ഇവിടെ വരുന്നത് ഒന്ന് BSc നഴ്സിംഗ് ആണ്. പിന്നെ നമുക്ക് ബാച്ചിലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ്, ബാച്ചിലർ ഓഫ് ഫിനാൻസ്, അതുപോലെ ഇൻഫർമാറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സുകൾ, ഇൻഫർമാറ്റിക്സിന്റെ കോഴ്സുകൾ, ബിസിനസ് ഇൻഫർമാറ്റിക്സ് തുടങ്ങിയ കോഴ്സുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ കൺട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫീസാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ഒക്കെ പോയി പഠിക്കുന്ന ഒരു ചെറിയ ഫീസിൽ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വരുന്നത്. സാധാരണ നമുക്ക് അബ്രോഡൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ UK, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ ഒരു വർഷത്തെ ഫീസ് തന്നെ നമുക്ക് വരുന്നത് 20 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഈ ഇവിടെ ഫീസ് വരുന്നത് ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് നമുക്ക് ഒരു വർഷത്തെ ഫീസായിട്ട്
വരുന്നത്. ഇവിടെ വരുന്നത് BSc നഴ്സിംഗ് പ്രോഗ്രാം ആണ് വരുന്നത്. ബാച്ചിലർ ഇൻ നഴ്സിംഗ് BSc നഴ്സിംഗ് പ്രോഗ്രാം ആണ് ഇവിടെ വരുന്നത്. 3 വർഷമാണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇൻഫർമാറ്റിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോഗ്രാം ആണ് ഇൻഫർമാറ്റിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ എഞ്ചിനീയറിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻഫർമാറ്റിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് +2 ഏത് സ്ട്രീം എടുത്തവർക്കും ഇവിടെ പഠിക്കാം, ഈ കോഴ്സുകൾ പഠിക്കാം. ഇപ്പൊ BSc നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബയോളജി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടികൾക്കോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്കോ ഏത് സ്ട്രീം എടുത്ത കുട്ടികളാണെങ്കിലും അവർക്ക് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ഏത് കോഴ്സുകൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഏത് സ്ട്രീമുള്ളവർക്കും എടുക്കാം. പിന്നെ മാർക്കിന്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു 66% മാർക്കിന് എബോവ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ കോഴ്സുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് താഴെയുള്ള കുട്ടികൾ അവർ എടുക്കുന്നില്ല. 66% അതിന് എബോവ് മാർക്കുള്ള കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ നമുക്ക് അബ്രോഡൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ IELTS ഒക്കെ വേണമെന്നുള്ള നിർബന്ധമാണ്. പക്ഷെ നമുക്കിവിടെ IELTSന്റെ ആവശ്യമില്ല. അതുപോലെ ഫിനാൻഷ്യൽ വേറെ ITR അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇവിടെ ആവശ്യമില്ല. കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ഇന്റർനാഷണൽ എക്സ്പ്ലോഷറോട് കൂടി നല്ലൊരു കൺട്രിയിലെ യൂറോപ്യൻ കരിക്കുലത്തിൽ ഇവർക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കൺട്രിയാണ് അൽബേനിയ. അതുപോലെ തന്നെ ഇവർ ബൊളോഗ്ന പ്രോസസ് ആണ് ഫോളോ ചെയ്യുന്നത്. ബൊളോഗ്ന പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറോപ്പിനെ മൊത്തം അംഗീകരിച്ചിട്ടുള്ള കരിക്കുലമാണ്. അതായത് നമ്മുടെ ആ കരിക്കുലത്തിൽ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്പിനോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് എവിടെ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ 3 വർഷമാണ് ഇവിടുത്തെ ഈ എല്ലാ കോഴ്സിന്റെയും ഡ്യൂറേഷൻ വരുന്നത്. നമുക്ക് ഇവിടെ 4 വർഷമല്ലേ, പക്ഷെ ഇത് യൂറോപ്യൻ കരിക്കുലം ആയതുകൊണ്ട് തന്നെ ഇത് വേൾഡ് വൈഡ് അംഗീകരിക്കപ്പെടുന്നതുമാണ്. നമുക്കിപ്പോ നാട്ടിലൊക്കെയാണ് നമ്മൾ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ അതേ പൈസയ്ക്ക് തന്നെ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഫീസ് സ്ട്രക്ചർ ഒക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് വരുന്നത് അബ്രോഡുള്ള പല കൺട്രീസിലേക്കും എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ടാവും. എൻട്രൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ IELTS ഒക്കെ എഴുതിയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് പോകാനായിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു കൺട്രിയിലേക്ക് നമുക്ക് എൻട്രൻസ് എക്സാം വരുന്നില്ല. അതുപോലെ എനി ബാക്ക്ഗ്രൗണ്ട് അക്സെപ്റ്റഡ് ആണ്. +2 ഏത് സ്ട്രീം എടുത്തവർക്കും അവിടെ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏജ്, നമുക്കിപ്പോൾ യുജിക്ക് ആണെങ്കിൽ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 25 വയസ്സ് വരെ. ഇപ്പോൾ നിങ്ങളെ ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പോയി പഠിക്കാം. 25 വയസ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് UG ചെയ്യാം. 28 വയസ്സ് വരെ PG ഈ രാജ്യത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് മിനിമം 65% മാർക്കാണ് എന്തിനു വേണ്ടത്, +2 വേണ്ടത്. 66% എബോവ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് ഇവിടെ ഈ രാജ്യം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഇപ്പൊ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 90% മാർക്ക് അല്ലെങ്കിൽ ഒരു 95% മാർക്ക് +2 ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് യൂണിവേഴ്സിറ്റി. അത് നമ്മുടെ വേറെ ഒന്നും നോക്കിയിട്ടല്ല, നമ്മുടെ അക്കാദമിക് ലെവലിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പം +2 ഒരു 95%-നും 100-നും ഇടയ്ക്ക് മാർക്കുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീസിൽ 75% അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. അതായത് ചിലപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ അടച്ചിട്ട് നമുക്ക് 1 വർഷം പഠിക്കാനായിട്ട് പറ്റും മാർക്ക് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമുക്കൊരു 90-95% ഇടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 50% നമ്മുടെ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിസ്കൗണ്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഈ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, സ്കോളർഷിപ്പ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഷോമണി മറ്റുള്ള രാജ്യങ്ങളൊക്കെ ആകുമ്പോൾ പൊതുവെ ലക്ഷങ്ങൾ നമ്മൾ ഷോമണി കാണിക്കേണ്ടതായിട്ട് വരും, ലോൺ പാസ്സാക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ വെറും 4 ലക്ഷം രൂപ മാത്രം നമ്മൾ ഷോമണി കാണിച്ചാലായിട്ട് മതി. അത് നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ അവിടെ ഇട്ടുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. നമുക്ക് ആ ഷോമണി പേപ്പർ നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ പൈസ തിരിച്ചെടുക്കാവുന്നതാണ്. നമ്മൾ അതിൽ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് അത്രയും ഒരു ചെറിയ ഒരു കോഴ്സിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ്. വെറും 8000 അല്ലെങ്കിൽ രൂപയൊക്കെയാണ് നമുക്ക് ഒരു മാസം അക്കോമഡേഷനായിട്ട് അവിടെ വരുന്നുള്ളൂ. ഇത്രയും ചെറിയ ഫീസിൽ നമുക്ക് അബ്രോഡ് പോയി വേറെ ഒരു കൺട്രിയിലും പഠിക്കാനായിട്ട്
പറ്റില്ല. കാരണം അത്രയും കുറവ് ലിവിങ് എക്സ്പെൻസ് ആണ് ഇവിടെ വരുന്നത്. ജസ്റ്റ് €80 to 80ക്കും ഒരു €90 അതിന് ബിറ്റ്വീനേ വരത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 8,000 നമ്മുടെ നാട്ടിലെ ഒരു 8,000 രൂപയൊക്കെയാണ് മന്ത്ലി അവരുടെ അക്കോമഡേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ദെൻ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 1-2 സെമ്മില് ഇവര് സ്പോക്കൺ ഇംഗ്ലീഷും ഇവരെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവര് നേഴ്സിംഗ് ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻഫർമാറ്റിക്സ് എഞ്ചിനീയറിംഗോ ഏത് കോഴ്സാണ് എടുക്കാൻ പോണെങ്കിലും ഇവരെ ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റി തന്നെ ഇവരെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഇവർക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഓസ്ട്രിയ അതുപോലെ തന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി കുട്ടികളെ ഫ്രീ ആയിട്ട് തന്നെ ഇവരുടെ നഴ്സിംഗ് പഠനം അല്ലെങ്കിൽ ഇവർ ഏത് കോഴ്സാണ് അവിടെ പഠിക്കാനായിട്ട് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ആ ലാംഗ്വേജ് പഠിപ്പിച്ച് 3-ാം വർഷം ആകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പ്ലേസ്മെന്റ് നേടി പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഫീസിൽ പഠിക്കാൻ പറ്റും. അത് യൂറോപ്പിൽ പോയി പഠിക്കാം, യൂറോപ്യൻ കരിക്കുലത്തിൽ പഠിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പോൾ ഏതൊരു സാധാരണക്കാർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൺട്രിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒത്തിരി പൈസ ഒന്നുമില്ല, എന്നാൽ ചെറിയൊരു പൈസയ്ക്ക് കൊച്ചിനെ പുറത്തു വിട്ട് പഠിപ്പിക്കണം എന്നുള്ള ആർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് അൽബേനിയ. അവിടെ BSc നഴ്സിംഗ് ഉണ്ട്, അതുപോലെ ഇൻഫർമാറ്റിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച കുട്ടികൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ ഒത്തിരി കമ്പനീസ് ഫേമസ് ആണ്, ഒത്തിരി കമ്പനീസ് വന്നിട്ട് അവർക്ക് ജോബ് പ്ലേസ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുവഴി കുട്ടികൾക്ക് നല്ലൊരു ഫ്യൂച്ചറിലേക്ക് പോകാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞ ഒരു എൻട്രി ടു എ യൂറോപ്പാണിത്. നമുക്ക് യൂറോപ്പിലേക്ക് ഒരു എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. അതുപോലെ അങ്ങനെ പെട്ടെന്ന് അതുപോലെ നമുക്ക് 90%-ഉം 99%-ഉം വിസ സക്സസ് ഉള്ള ഒരു കൺട്രിയാണിത്. അതുപോലെ ഇരാസ്മസ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. ഇരാസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അൽബേനിയയിലാണ് നമ്മൾ പഠിക്കാനായിട്ട് ചെന്നേക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് ചേർന്നതിന് ശേഷം മറ്റുള്ള പല രാജ്യങ്ങളിലും നമുക്ക് പോയിട്ട് ഇരാസ്മസിന്റെ അണ്ടറിൽ വരുന്ന സ്വീഡനിലോ സ്വിറ്റ്സർലൻഡിലോ അങ്ങനെയുള്ള മറ്റു പല രാജ്യങ്ങളിലും നമുക്ക് പോയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട്. അതായത് നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പ്ലോഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ബസ് പാസ്, അതായത് ഇപ്പൊ ടിറാനയാണ് നമ്മുടെ അൽബേനിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ടിറാനയില് ഈ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ കുട്ടികൾക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ നല്ല എക്സ്പെൻസ് വരും അബ്രോഡ് ആകുമ്പോൾ. പക്ഷേ ഈ യൂണിവേഴ്സിറ്റി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ബസ് പാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കൽസ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ BSc നഴ്സിംഗ് ആവുമ്പോൾ കുട്ടികൾക്ക് പ്രാക്ടിക്കൽസ് കൊടുക്കുന്നുണ്ട്. തിയറി കം പ്രാക്ടിക്കൽ ആണല്ലോ BSc നഴ്സിംഗ്. അപ്പൊ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ സെന്റർ, മദർ തെരേസ, അതുപോലെ യൂണിവേഴ്സിറ്റി ട്രോമ ഹോസ്പിറ്റൽ, ടിറാന റീജിയണൽ ഹോസ്പിറ്റൽ സെന്റർ തുടങ്ങിയ ഹോസ്പിറ്റൽസിലൊക്കെ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ടും ഇവിടെ നമ്മുടെ ക്ലിനിക്കൽ ട്രെയിനിങ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നമ്മളെ വിടുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് ഇന്റർനാഷണൽ എക്സ്പ്ലോഷനോട് കൂടിയിട്ട് BSc നഴ്സിംഗ് പഠിച്ച് നമുക്ക് അവിടെ തന്നെ ജോലി ചെയ്യാനും അതുപോലെ പ്ലേസ്മെന്റ് നേടി ജർമ്മനി അതുപോലെ തന്നെ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ട് നമ്മൾ അബ്രോഡ് പോകാൻ നോക്കുമ്പോൾ നമുക്ക് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് വേണം, നമുക്ക് IELTS ക്ലിയർ ചെയ്യണം, അങ്ങനെ ഒത്തിരി ബാരിയേഴ്സ് നമ്മുടെ മുന്നിലുണ്ടാവും. പക്ഷെ നമുക്ക് ഇത് ഒരു ഒറ്റ ചാൻസിൽ നമുക്ക് യൂറോപ്പിൽ എത്തിപ്പെടാൻ പറ്റും. അവിടെ പഠിക്കാൻ നല്ല രീതിയിൽ പഠിക്കാം, അവിടെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടും. അങ്ങനെയുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു രാജ്യമാണ് അൽബേനിയ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പാർട്ട് ടൈം ചെയ്യാം, കുട്ടികൾക്ക് പാർട്ട് ടൈം ചെയ്യാം. 20 hours per week അവർക്ക് അവിടെ പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 മാസമൊക്കെ വെക്കേഷൻ ഉണ്ടാവും. ആ വെക്കേഷൻ ടൈമിലും ഈ കുട്ടികൾക്ക് അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് കുട്ടികൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ കുറേയൊക്കെ ഒരു ലിവിങ് എക്സ്പെൻസ് അതിന് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും.
പിന്നെ നമുക്ക് ഇതിന്റെ ഒരു സാലറി ഇപ്പോൾ ജർമ്മനി അല്ലെങ്കിൽ ഓസ്ട്രിയയിലൊക്കെയാണ് പോണെങ്കിൽ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടി പോവുകയാണെങ്കിൽ അവർക്ക് ഏകദേശം 1800 to 2300 യൂറോ വരെ അവർക്ക് സാലറി ആയിട്ട് കിട്ടും. അതായത് നമ്മളിതൊക്കെ ഇവിടെ ഇപ്പോൾ നേഴ്സിങ്ങോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങോ എന്ത് കോഴ്സും ആയിക്കോട്ടെ നമ്മളിവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ച് നമുക്ക് ഇവിടെ ഫസ്റ്റ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് മേ ബി 15,000 or 20,000 ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ കുറച്ചൊരു റിസ്ക് എടുത്ത് ഇപ്പോൾ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ശരിക്കും ഒരു റിസ്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മൾ ആ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സെറ്റിലായി നമ്മളൊരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷക്കാലം നമ്മൾ അവിടെ കഷ്ടപ്പെട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ 4ാം വർഷം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് സെറ്റിലായി. പക്ഷെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 15,000 അല്ലെങ്കിൽ 20,000 രൂപയാണ്. പക്ഷെ നമ്മൾ അവിടെ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ് 2 ലക്ഷം രൂപയുടെ അടുത്തേക്കായിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ് സാലറി ആയിട്ട് തന്നെ കിട്ടുന്നത്. അതാണ് നമ്മുടെ അബ്രോഡും നമ്മുടെ നാട്ടിലും വരുന്ന കോഴ്സുകൾ രണ്ടും നല്ലതാണ്, അല്ലെന്നല്ല. പക്ഷെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും ഇതുപോലുള്ള ചെറിയ കൺട്രീസിലേക്ക്. പിന്നെ നമുക്ക് ഒരു അൽബേനിയ തന്നെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് B2 ഒക്കെ ക്ലിയർ ചെയ്താലാണ് നിങ്ങൾക്ക് ജർമ്മനിക്ക് ഫ്രീ ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കും. ബട്ട് 3rd ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ B2 ക്ലിയർ ചെയ്യണം. B2 ക്ലിയർ ചെയ്താലാണ് നിങ്ങൾക്ക് ജർമ്മനി, ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ജർമ്മനാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ഭാഷ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ രാജ്യങ്ങളിൽ പോയിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒത്തിരി കുട്ടികൾ ജർമ്മനൊക്കെ പഠിച്ചിട്ട് ജർമ്മനിക്ക് പോകാൻ നോക്കുന്നില്ലേ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനാണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ നമ്മൾക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഹോസ് ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പിള്ളേർ പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഡിപ്ലോമ പ്രോഗ്രാംസ് ആണ് അവിടുത്തെ. പക്ഷെ നമ്മളിത് പറയുന്നത് BSc നഴ്സിംഗ് ഡിഗ്രിയാണ്. അപ്പൊ അവർക്ക് അവിടെ പോയിട്ട് എന്തായിട്ട് RN ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്താൽ ഏകദേശം 3.5 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അവർക്ക് ഇനീഷ്യൽ സാലറി ആയിട്ട് തന്നെ കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മളവിടെ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ അതിന്റെ വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള ലൈബ്രറീസ്, വളരെ ഇന്റർനാഷണൽ എക്സ്പ്ലോഷനോട് കൂടി തന്നെ കുട്ടികൾക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫോട്ടോസ് ആണ്. ഇതൊക്കെ അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ്, ഇൻഫർമാറ്റിക്സ് എഞ്ചിനീയറിംഗ് അതുപോലെ നഴ്സിംഗ് ഒക്കെ എടുക്കുന്ന കുട്ടികൾക്ക് അവിടെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫോട്ടോസ്, ജോബ് ഫെയർ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഈ വരുന്നത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അവിടെ ഒരു QA എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണോ? അതെന്ന് പറഞ്ഞാല് നമ്മുടെ UK-യുടെ ഒരു ക്വാളിറ്റി അഷുറൻസ് ഏജൻസിയാണ് QA എന്ന് പറയുന്നത്. അപ്പൊ ഈ QA റാങ്കിങ് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ടിറാന എന്ന് പറയുന്നത്. അതായത് വേൾഡ് വൈഡ്. അപ്പൊ വൺ ഓഫ് ദ ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ് അൽബേനിയയുടെ നമ്മൾ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്ന ഈ EUT, യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് ടിറാന എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കും. നമുക്ക് ഏകദേശം ഒരു 12 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ടോട്ടൽ ഫീസാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം ഒരു 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ച് പോരാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് അൽബേനിയ എന്ന് പറയുന്നത്. ട്യൂഷൻ ഫീസ് ഓരോ വർഷം 4 ലക്ഷം രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 13-14 ലക്ഷം രൂപ എങ്ങനെയായാലും നമുക്ക് വരും. അപ്പൊ അത്രയൊരു ഫീസിൽ നമുക്ക് യൂറോപ്പിൽ പഠിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, പിന്നെ